പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു 4 ഡിജിറ്റ് നമ്പറിന്റെ റൂട്ട് എങ്ങനെ വളരെ വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 6084. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുന്നു, റൂട്ട് ഓഫ് 6084. സോ ഇവിടെ ഈ നമ്പേഴ്സിനെ നമ്മളൊന്ന് പെയർ ചെയ്യുകയാണ്. 60നെയും 84നെയും നമ്മളൊന്ന് പെയർ ചെയ്ത് എഴുതുന്നു. സോ 84ലെ 4ലേക്കാണ് ഇനി നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. അപ്പോൾ 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് ഏത് നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. സോ ഇവിടെ നമുക്ക് കാണാം 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 വരുന്നു. അതേപോലെ 8നെ സ്ക്വയർ ചെയ്യുമ്പോൾ 64ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഈ 4ന് താഴെ നമുക്ക് എഴുതാം 2 അല്ലെങ്കിൽ 8 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ അടുത്ത പെയറിലേക്ക് തിരിക്കാം. അടുത്ത നമ്പർ കിടക്കുന്നത് 60 ആണ്. ഈ 60 എന്നത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഇടയിലാണ് കിടക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. 60 എന്നത് കിടക്കുന്നത് 49ൻ്റെയും 64ൻ്റെയും ഇടയിലല്ലേ. സോ 49ൻ്റെ റൂട്ട് 7 ആണ്, 64ൻ്റെ റൂട്ട് 8 ആണ്. സോ അവിടെയുള്ള ആ 7ഉം 8ഉം നമ്മൾ അതേപോലെ ഇവിടെ എടുത്തെഴുതുന്നു. ഇനി ഈ 7ഉം 8ഉം കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ നമ്പർ ഏതാണ്? 7 ആണല്ലേ. അപ്പോൾ ആ 7നെ താഴോട്ടേക്ക് ഇറക്കി എഴുതുന്നു. ഈ 2 7ൻ്റെ കൂടെ എഴുതുന്നു. ഓർ വീണ്ടും 7നെ ഇറക്കി എഴുതുന്നു. ഈ 8 7നോടൊപ്പം എഴുതുന്നു. അപ്പം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 72 അല്ലെങ്കിൽ 78 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവരിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് കണ്ടുപിടിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. സോ അത് കണ്ടുപിടിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് ഈ 8നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 × 7 എത്ര കിട്ടുന്നു? 56 എന്ന് കിട്ടുന്നല്ലേ. അങ്ങനെ കിട്ടിയ 56 ഈ 60മായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. സോ ഇവിടെയുള്ള 60 എന്ന് പറയുന്നത് 56നെക്കാളും വലുതാണ്. സോ ദ ആൻസർ വിൽ ബി ഈ 72ലും 78ലും ഏതാണോ വലുത് അതായിരിക്കും കറക്റ്റ് ആൻസർ. സോ 78 ഈസ് ദ കറക്റ്റ് ആൻസർ.